ഹായ് ഹലോ ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജി ആണ് നോക്കുന്നത്. ബയോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ലിവിങ് അറിയാലേ? എന്താണ് ലിവിങ്? ജീവൻ, ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ലിവിങ്? വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്, ഒരുപാട് കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്ത് വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പോവാം. അപ്പം നമുക്ക് നോക്കാം. ലിവിങ് cannot be defined അല്ലെ? ലിവിങ് എന്താണ്? നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എന്താണ് ജീവൻ അല്ലെങ്കിൽ എന്താണ് ജീവിതം? ഇപ്പം ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, ഇതൊക്കെയാണ് ജീവൻ. നമുക്ക് ജീവൻ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ അനക്കങ്ങളാണ് അല്ലെ നമുക്ക് ജീവൻ ഉണ്ട് എന്ന് പറയണത്. സോ അതല്ലാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ലിവിങ് എന്നതിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് ഫസ്റ്റ് തിങ്. സോളാർ എനർജി ഈസ് യൂസ്ഡ് ബൈ ലിവിങ് ബീയിങ്സ് അല്ലെ? നമ്മള് ജീവനുള്ള അല്ലെങ്കിൽ ജീവിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ജീവനുള്ള എല്ലാ സാധനങ്ങളും ജീവനുള്ള എല്ലാ ആൾക്കാരും എന്ത് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യണത്? സൂര്യനിൽ നിന്നുമുള്ള എനർജി, സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലെയും അതിന് നമ്മൾ എന്താ പറയുക? ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ എല്ലാം തന്നെ എന്താണ് യൂട്ടിലൈസ് ചെയ്യണത്? സോളാർ എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്തത്, നമുക്ക് ലിവിങ് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചില ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ലിവിങ്ങിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനാണ് പറ്റുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രോത്ത്. ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സെൽ ഓർ മാസ് അല്ലെ? ഇപ്പൊ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് സെൽസിന്റെ എണ്ണം കുറവായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോ എന്ന് പറയണ്ട, നമ്മുടെ ഭ്രൂണം എന്ന് നമ്മൾ പറയുന്ന എംബ്രിയോ, അതൊരു സിംഗിൾ സെല്ലാണ് അല്ലെ? ആ സെല്ല് സൈഗോട്ട് അതിന്ന് എന്താ പറയുക, ഡിവൈഡ് ചെയ്ത് സെൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തി വലുതായിട്ടാണ് നമ്മളൊരു മനുഷ്യ രൂപത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പിന്നീട് നമ്മൾ അങ്ങോട്ട് കുഞ്ഞാവുന്ന രൂപത്തിലല്ല നമ്മൾ പ്രായമാവുന്നത് വരെ ഇരിക്കുന്നത്. അവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സെൽ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാസിൽ വേരിയേഷൻസ് സംഭവിക്കും. ഇത് ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ മാത്രമല്ല, ജീവനുള്ള എല്ലാ സംഭവങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസംസിലും ഈ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രോത്ത് ആണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അടുത്തതാണ് റീപ്രൊഡക്ഷൻ. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ അതേ രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം, എല്ലാ ജീവനോട്, അതായത് അനക്കമുള്ള, നടക്കുന്ന, വളരുന്ന എല്ലാ ജീവജാലങ്ങളും എന്ത് സംഭവിക്കുന്നുണ്ട്? അവരുടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? മനുഷ്യനായാലും മൃഗങ്ങളായാലും എല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ലിവിങ്ങിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ? നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻസിന്റെ ബേസിലാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂറിൻ, നമ്മൾ അകത്തേക്ക് പോകുന്ന ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്, നമ്മുടെ യൂറിൻ പ്യൂരിഫൈ ചെയ്യുന്നത്, ഫുഡ് ഡൈജഷൻ സംഭവിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ലിവിങ്ങിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അടുത്തത്, റെസ്പോൺസ് ഓഫ് സ്റ്റിമുലി അല്ലെ? നമ്മൾ ജീവനുള്ള, ഇപ്പം ജീവൻ ഇല്ലാത്ത വസ്തുക്കളിൽ പോയിട്ട് നമ്മൾ അടിക്കുക അല്ലെങ്കിൽ അവരെ തൊടുക ചെയ്തു കഴിഞ്ഞാൽ അവരതിന് റെസ്പോണ്ട് ചെയ്യില്ല അല്ലെ? അതുപോലെ അവർക്ക് മഴയോ മഞ്ഞോ വെയിലോ എന്താണെങ്കിലും അവർക്ക് അതിന് പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. പക്ഷെ ജീവനുള്ള നമ്മൾ അങ്ങനെയാണോ?
അല്ല. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ സറൗണ്ടിങ്സ് മാറുമ്പോൾ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും കാറ്റാണെങ്കിലും അത് മാത്രമല്ല, ഫിസിക്കലി ഉള്ള ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല, കണ്ടീഷൻ ചേഞ്ച് മാത്രമല്ല, ഇമോഷൻ കണ്ടീഷൻ ചേഞ്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും നമുക്ക് എന്തുണ്ട്, റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അത് ലിവിങ്ങിന്റെ ഒരു കണ്ടീഷൻ ആണ്. ഇനി ഇത് സെൻസ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രിഗർ എലമെന്റ്. നമ്മളെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്, ജീവൻ എന്ന് പറയുന്ന ലിവിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ്, സെൻസ് ചെയ്യാൻ പറ്റുന്നതും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതും. അതിനൊരു എക്സാമ്പിൾ ആണ് ടച്ച് മീ നോട്ട് ഫ്ലവർ അല്ലെ. നമ്മൾ മനുഷ്യന്മാരുടെ കേസ് മാത്രമല്ല, ടച്ച് മീ നോട്ട് ഫ്ലവറിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അത് അടഞ്ഞു പോകും അല്ലെ. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ എന്താ പറയാ, നമ്മൾ ആ പരിസരത്തൊന്നും ഇല്ല, നമ്മുടെ ശല്യം ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ അത് പിന്നെയും എന്താവും, വിടർന്നു വരും. ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിനെയാണ് സിസ്മോണാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്മോണാസ്റ്റിക് മൂവ്മെന്റ് എന്നാണ് ടച്ച് മീ നോട്ട് ഫ്ലവറിന്റെ ഈ ഒരു മൂവ്മെന്റിനെ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്, 4 എണ്ണാണ് നമ്മൾ പഠിച്ചത്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, റെസ്പോൺസ് ഓഫ് സ്റ്റിമുലി. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സമർത്ഥിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ഒരു മൃഗത്തിന് അല്ലെങ്കിൽ ഒരു ചെടിക്ക്, എന്തിനായിക്കോട്ടെ, അതിന് ജീവൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിന്റെ കുറച്ച് റീസൺസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന്റെ ഗ്രോത്ത്, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ അതിന്റെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റിമുലസിന് റെസ്പോണ്ട് ചെയ്യാനും സെൻസ് ചെയ്യാനുമുള്ള എബിലിറ്റി. അപ്പൊ ഇത്രയുമാണ് ലിവിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബയോളജിയുടെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും ഡീറ്റെയിലിങ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.